ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സോ ഇന്ന് നമ്മളൊരു കാളിലൊക്കെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗൈസ്. അപ്പം നമ്മളിങ്ങാൾക്ക് ഒരു പുതിയൊരു കാർ ഇങ്ങാൾക്ക് എടുക്കാൻ പോവുകയാണ് മച്ചാമാരെ. ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ ഒരു പുതിയൊരു കാർ നല്ല അത്യാവശ്യമായിട്ടൊരു കാർ വേണം, ഒരു സ്പോർട്സ് കാർ തന്നെ വേണം. നമ്മൾ ഈ ഒരു സിറ്റിയിലും കാളൊക്കെ ആണെങ്കിൽ ഇന്ന് വരുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഇച്ചിരി സ്പോർട്സ് ഡേ പോലെ നടക്കുന്നുണ്ട് നമ്മൾ കാറൊക്കെ വെച്ച്. അപ്പോൾ നമുക്കൊരു കാറില്ലാതെ പറ്റത്തില്ല. എന്തായാലും ഗൈസ് അപ്പം എന്തായാലും നമുക്കാണെങ്കിൽ നമ്മളെ ഷോറൂം വരെ ഒന്ന് പോയേക്കാം. ഞാനാണെങ്കിൽ ഒരു വണ്ടിയും കാളൊക്കെ ഇന്നലെ പോയി തന്നെ പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നലെ കാര്യങ്ങളൊക്കെ നമ്മളൊരു റമദാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ മച്ചാമ്മൻ്റെ പ്ലീസ് ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക. എന്തായാലും ഞാനാണെങ്കിൽ അവനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഗൈസ്. അപ്പോൾ വണ്ടികളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടോ നോക്കാം. ഹലോ ഫ്രാങ്ക്ലിൻ സാർ, പറയൂ. സാറിന്റെ കാർ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, സാറ് വന്നാൽ മതി. ഓക്കെ എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ അവനെയും കാലൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് റെഡിയാക്കി ഇട്ടിട്ടുണ്ടെന്നാണ്. എന്തായാലും നമുക്ക് നേരെ അങ്ങ് ഷോറൂമിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇതുവരെയായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എന്തായാലും ഗൈസ് ഇനി നമുക്ക് ഷോറൂമിൽ എത്തിയിട്ട് കാണാൻ വെച്ചാമാരെ ഗൈസ്. അങ്ങനെ ഞാനും കാലൊക്കെ അങ്ങനെ ഞാൻ കാർ ഷോറൂമിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്. അപ്പം നമുക്ക് എടുക്കാനുള്ള കാറുകളൊക്കെ കിടപ്പുണ്ട്. ഈ ഒരു കാറിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ മച്ചാമാരെ. എന്തായാലും നമ്മൾ പേപ്പറും കാലൊക്കെ ഓക്കെ ആക്കി പൈസ എല്ലാം കൊടുത്തോണ്ട് തന്നെ നമുക്ക് നീ എടുത്തോണ്ട് പോവാം. എൻ്റെ മോനെ അടിപൊളി കേസ്, നല്ല ഇൻറ്റീരിയർ വർക്കും നല്ല എക്സ്റ്റീരിയർ വർക്കും. എന്തായാലും കേസ് നമുക്ക് ഇച്ചിരി ഷോയൊക്കെ കാണിക്കണം. എന്തായാലും ഈ ഒരു സ്പോർട്സിൽ നമ്മൾ തന്നെയായിരിക്കും കേസ് ഫസ്റ്റ്. എന്ന് വെച്ചാൽ അടിപൊളി ഒരു കിണ്ണം കാച്ചി വണ്ടിയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യണം കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് കൂടി എഞ്ചിനൊക്കെ മേടിച്ചിടേണ്ടിയുണ്ട്. എൻ്റെ മോനെ അടിപൊളി മരക്കോളുണ്ടല്ലോ മച്ചാമാരെ. എന്തായാലും നമുക്ക് നേരെ അങ്ങ് നമ്മളെ വീട്ടിലോട്ടും കാളൊക്കെ പോവാം. എടാ മോനെടാ നമ്മളെ വണ്ടി ഇടയിൽ സ്റ്റിയറിങ് തിരിയുന്നില്ല. ഡേടാ ഇത് എങ്ങോട്ട് പോകുന്നുണ്ട്? മരങ്ങളെല്ലാം ഇടിക്കുന്ന കേസ്. അപ്പം എൻ്റെ പൊന്നോ, എൻ്റെ കൺട്രോളിലല്ല മക്കളെ. എൻ്റെ മോനെ തീർന്ന് കേസ്. അപ്പം എവിടെയാടാ ഈ വണ്ടി പോകുന്നു? നിന്ന് എനിക്കിറങ്ങണ എൻ്റെ മോനെ കേസ്. അപ്പം ഈ ഒരു വണ്ടിയും കാളൊക്കെ നമ്മളൊരു കൺട്രോളിലല്ല കേട്ടോ കേസ്. ഇതിന് ബ്രേക്കും ഇല്ല, ഇതിൻ്റെ സ്റ്റിയറിങ് അങ്ങോട്ടൊന്നും വർക്കും ആവുന്നില്ല. എൻ്റെ മോനെ ഒരാളെ ഇടിച്ചിട്ട് കൊള്ളാം. എൻ്റെ മോനെ ഫുള്ള് ഇന്ന് ഈ പോലീസ് കളിയാണല്ലോ. എൻ്റെ മോനെ അടുത്തവരെ ഇടിച്ച്. എന്തായാലും ഒരു ഭാഗ്യത്തിന് ചത്തില്ല കേസ്. എൻ്റെ മോനെ എല്ലാവരും ഇടിച്ചുകൊണ്ടാണ് കേസ് ഈ ഒരു വണ്ടി പോകുന്നത്. ഈ വണ്ടിക്ക് എന്ത് കേസ് വട്ടായോ മച്ചമ്മരെ. എൻ്റെ പൊന്നോ, ഇന്ന് എന്താവുമെന്ന് എനിക്കറിഞ്ഞൂടെ കേസ്. അപ്പോൾ ഇത് എങ്ങോട്ടാണ്ടൊക്കെ ചെന്ന് കയറുകയാണ്. വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ടും കാളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നമ്മളെ ഷോറൂമിലോട്ടും കാളൊക്കെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ബ്രേക്ക് വെക്കാൻ അവർ മറന്നു പോയെന്ന്. എനിക്കാണെങ്കിൽ ദേഷ്യം കയറി വന്ന് കേസ്. ബ്രേക്ക് വെക്കാൻ മറന്നു പോയെന്ന് കേസ്. അപ്പോൾ കാർ ഉണ്ടാക്കുന്നതിന് ബ്രേക്ക് ഉണ്ടാക്കാൻ മറന്നുപോയി. എന്തായാലും ഇച്ചിരി പോയി കിടന്ന് ഉറങ്ങിയ കേസ്. എന്തായാലും ഇപ്പോൾ സ്വസ്ഥതയായി കേസ്. ഇങ്ങോട്ടും കാളൊക്കെ വണ്ടി ഒതുക്കിയിട്ടല്ലോ കേസ്. ഇവിടെ നിന്ന് നോക്കിയാൽ വെളിയിൽ നിന്ന് നോക്കുന്നവർക്കെല്ലാം വണ്ടി കാണാൻ പറ്റും. വെളിയിൽ നിന്ന് വലുതായിട്ട് ആൾക്കാർ ഈ കാണാൻ പറ്റാത്ത രീതിയിലാണ്. അല്ലെങ്കിൽ കേസ് എല്ലാവരും കണ്ണ് വെച്ചാൽ കേസ്. എന്തായാലും നമ്മൾ വണ്ടികളൊക്കെ ഇങ്ങോട്ട് എടുത്തിടാം. പുതിയ വണ്ടിയാണ് കേസ്. ചിലവരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയാലോ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അങ്ങനെയൊന്നും വരത്തില്ലായിരിക്കും. ഇവിടെ പോലീസ് സ്റ്റേഷനൊക്കെ അടുത്തുണ്ടല്ലോ. എന്തായാലും പോയി ഇച്ചിരി കിടന്ന് ഉറങ്ങാം. എൻ്റെ മോനെ കേസ്. പിന്നെ നമുക്ക് ഉറങ്ങി എണീറ്റിട്ട് രാവിലെ കാണാം. ഫ്രാങ്ക്ലിനെ നീ എന്നെ മറന്നൂടാ. ഞാനാടാ കില്ലർ, കാർ കില്ലർ. എന്റെ പേര് കാർ കില്ലർ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ജനിച്ചതാണ്. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാം ഞാൻ കാർ മോഷ്ടിക്കുമെന്ന് പറഞ്ഞ് എന്നെ കൊന്നു. ഞാൻ നിന്നെ തേടി വരുമടാ. എത്ര അടുത്ത് വെച്ച് പോയാലും. ഫ്രാങ്ക്ലിനെ പുതിയ കാർ എടുക്കുന്നതിന് മുമ്പ് എന്നെ നീ ആലോചിച്ചില്ല. നിനക്ക് ഞാൻ ആരാന്ന് ഇപ്പോൾ കാണിച്ചു തരാം. എല്ലാരെയും ഞാൻ കൊള്ളും. ഈ കാർ വെച്ച് ഞാൻ എല്ലാരെയും സാപ്പിടുമാട്ടേ. നിന്നെ ഞാൻ തടുത്തുമുട്ടാ. നിന്നെ ഞാൻ എല്ലായിടത്തും കയറി ഇറക്കിപ്പിക്കും. എനിക്കാരെയും പേടിയില്ല. നിന്നെ ഞാൻ കൊല്ലുമുടാ. നീ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ടോ?
ഹോ ഹോ ഹോ, എല്ലാരെയും ഞാൻ കൊല്ലും. ഞാനാണ് കാർ കില്ലർ. എന്നേക്ക് പലതരം മുഖങ്ങളുണ്ട്. നീ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലേ എന്റെ മുഖങ്ങൾ? ഞാൻ ഓരോന്നായിട്ടും ഈ നാട്ടിൽ കാണിക്കും. ഈ നാട് എനിക്കുള്ളതാണ്. ഹേ, വർഷങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നിന്നെ തീർക്കുമാട്ടെ. ഈ നാട്ടുമുടിപ്പിന് ഞാൻ നെല്ലും. ഓക്കേടാ. ഓ ഇതാര് കേസ് പറ്റി രാത്രി തന്നെ ഇതൊക്കെ ആരിടാ വിളിക്കുന്ന? ഓ ഹലോ ഹലോ സാറേ, എന്താണ് സാറേ? എനിക്കൊന്നും അറിഞ്ഞൂടാത്തണക്ക് നീ ഒന്നും അഭിനയിക്കല്ലേ. നീ എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സറണ്ടർ ആവുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഞങ്ങളെ കൊണ്ട് നീ ഗണ്ണടിപ്പിക്കാൻ നിൽക്കല്ലേ. സാറേ നമ്പർ തെറ്റിയതായിരിക്കും സാറേ. ഞാൻ ഫ്രാങ്കിളിനാണ്. കൂടുതലൊന്നും പറയണ്ട, എത്രയും പെട്ടെന്ന് വാടാ ഫ്രാങ്കിളിനെ. ഓ ഞാൻ ഈ തെറ്റൊന്നും ചെയ്യാത്ത ഞാൻ എന്താ ഇതെന്നാണ് കേസ് സാറ് നിങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് നിങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോവാം. ഗൈസ്, എൻ്റെ കാറിൻ്റെ ബമ്പറൊക്കെ എന്തിയടാ? ഗൈസ്, എൻ്റെ കാറിൻ്റെ ലിപ്പും ബമ്പറും ഒന്നും കാണുന്നില്ല. ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിക്കുന്നു. ഇതാരുടെ എടുത്തുകൊണ്ട് പോയത്? ഇതിനകത്ത് ഗൈസ് സ്ക്രാച്ചിൽ എഴുതി വച്ചേക്കുന്നു കാർ കില്ലർ. ഗൈസ് അപ്പോൾ ഇതിനകത്ത് കാർ കില്ലറിൻ്റെ പ്രീതം കയറി. ഗൈസ് നീ വന്നു മോനെടാ തീർന്ന്. എൻ്റെ പൊന്നു ഗൈസ്, ഇപ്പോൾ എൻ്റെ കയ്യിലും കൺട്രോളൊന്നും കിട്ടത്തില്ല. ഇനി അവൻ്റെ കയ്യിലാണ്. എന്നെ അവൻ കൊല്ലുമെന്നൊക്കെയാണ് ഇതിനകത്തിരുന്ന് പറയുന്നത്. എടാ നിന്നെ ഞാനൊന്നും ചെയ്തില്ലടാ, വെറുതെ വിടറാ പ്ലീസ്. എന്നെ ഒന്നും ചെയ്യല്ലേടാ, എന്നെ വെറുതെ വിടറാ. എടാ കാർ കില്ലറേ. ഞാൻ ഗൈസ് ഇപ്പോൾ എന്തായാലും ഞാനെടുത്ത് ചാടിയോണ്ട് രക്ഷപ്പെട്ടു വെച്ചാമാരെ. എന്തായാലും ഈ കാറിൻ്റെ ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടട്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.